പ്രോസ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ തക്ക സമയത്ത് ചികിത്സിക്കുകയും തക്ക സമയത്ത് അതിനുള്ള പരിചരണ മാർഗങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതിന് വളരെ പ്രധാനമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ രോഗികൾ ഇത് പല കാരണങ്ങൾ കൊണ്ടാലും അവർ സ്വന്തം തന്നെ വിലയിരുത്തും. ഇത് അത്ര വലിയൊരു സൂക്കേടൊന്നും അല്ല, ഇതെനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം അങ്ങനെ ആയിരുന്നു, ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അതിനൊരു അവഗണിച്ചു കൊണ്ടുണ്ടാകുന്നത് കൊണ്ട് ഇത്രയും ഈ സൂക്കേട് വലിയൊരു ബുദ്ധിമുട്ടായി വരികയും പിന്നെ ഡോക്ടർമാർ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ ഇനി അതിന് ചികിത്സിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വയസ്സാകണമല്ലോ, വയസ്സാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ഹാർട്ടിൻ്റെ സൂക്കേടുണ്ടാവും, പ്രഷറുണ്ടാവും, പ്രമേഹം ഉണ്ടാവും, അങ്ങനെ പല ഈവൻ അവരുടെ മാനസിക നില ചിലപ്പോൾ ശരിയായി ഒന്നും വരില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം ഇതിനുള്ള ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഈ ചെയ്യുന്ന സർജൻ വളരെ ഒരു റിസ്ക്കാണ് എടുക്കുന്നത്. ആ റിസ്ക് എടുത്തിട്ട് കൂടി അതിന് സർജറി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിന് കൊണ്ടുണ്ടാകുന്ന മിക്കവാറും രോഗികളൊക്കെ പറയും, ഡോക്ടറെ എനിക്ക് രണ്ടാം ജന്മം കിട്ടിയ പോലെയാണ്, കാരണം ഇതല്ലായിരുന്നു ഞാൻ മൂത്രമൊഴിക്കുന്നത്, ഇങ്ങനെയാണ് മൂത്രമൊഴിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ട് വിഷമിച്ച് കൊണ്ട് നടക്കുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ സർജറി കൊണ്ടൊക്കെ ചിലപ്പോൾ ഗുണം കിട്ടുക. ഇത് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ പലതും പല പ്രോബ്ലംസൊക്കെ വന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് പറയാനുണ്ടാവാം. പക്ഷേ എന്നാലും നമുക്ക് അതിനെ കൊണ്ട് നല്ല ഗുണങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം നമുക്കിത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.